പ്രിയ സുഹൃത്തുക്കളെ, മീരയുടെ കഥ തുടരുകയാണ്. ഇന്ന് 6ാം ഭാഗമാണ്. ഇന്ന് നവംബർ 18, 2025. അങ്ങനെ മീരയുടെ ജീവിത പങ്കാളി മീരയെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുടെ കൂടെ ജീവിതം ആരംഭിക്കുകയാണ്. ആ സമയത്ത് മീര 2 കുഞ്ഞുങ്ങളുമായി ഒരു വാടക ഭവനത്തിൽ കഴിയുന്നു. ആ വാടക ഭവനത്തിൽ കഴിയുന്ന ആ മീര അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് നോക്കാൻ കഴിയുന്നതേ ഉള്ളൂ. CBSE സിലബസിൽ 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾക്ക് എന്തെല്ലാം ചിലവുണ്ടെന്നും വീടിൻ്റെ വാടക, 3 പേരുടെ ഭക്ഷണ കാര്യങ്ങൾ എല്ലാം നോക്കേണ്ടത് മീരയുടെ ഒറ്റ വരുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ സ്കൂളിൽ 1ലധികം ജോലികൾ ചെയ്താണ് കുട്ടികളെ പഠിപ്പിച്ചതും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയതും. ആ സമയത്ത് ഒരു സാമ്പത്തിക സപ്പോർട്ടോ മാനുഷികമായിട്ടുള്ളൊരു സപ്പോർട്ടോ ഒന്നും മീരയ്ക്ക് ലഭിച്ചിരുന്നില്ല. മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും അവളെ നോക്കുകയോ അവളെ സംരക്ഷിക്കുകയോ അവളെ ഒരു കാര്യത്തിൽ അവർ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. എല്ലാവരും അവരോരോ കാര്യങ്ങളും നോക്കി അവരോരോ ജീവിതങ്ങളും നോക്കി കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം പിന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ മീരയോട് ഓരോ ആൾക്കാരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ലോറി എവിടെ, നിങ്ങളുടെ ടെമ്പോ എവിടെ, നിങ്ങളെ ഓട്ടോറിക്ഷ ഇപ്പോൾ ഇവിടെ ഇല്ലേ, നിങ്ങളുടെ ഭർത്താവ് എവിടെ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ട് പിണങ്ങി വന്ന് നിൽക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒറ്റപ്പെട്ട് ജീവിക്കുകയോ ചെയ്താൽ ഈ സമൂഹം അവളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഈ സമൂഹത്തിലുള്ള ആൾക്കാർക്കാണ് പ്രശ്നം. ഒരു ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി ഒന്ന് ഒറ്റയ്ക്കൊന്ന് അധ്വാനിച്ച് ജീവിക്കാൻ പോയാൽ പിന്നെ അവളെക്കുറിച്ച് എന്തൊക്കെ പറയാൻ കഴിയും അതൊക്കെ പറയും. പറഞ്ഞ് അവളെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിക്കും. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ദുഃഖമായി അവൾ അങ്ങനെയാണ്. മരിക്കുമ്പോൾ എല്ലാവർക്കും നല്ലതായി, ജീവിച്ചിരിക്കുമ്പോൾ ഇനി ലോക അപവാദം പറയാൻ തക്കാണ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഒരുങ്ങും. ഒടുവിൽ ആൾക്കാരെ ചോദ്യങ്ങളും അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അത് മീര വെറും 13,000 രൂപയ്ക്കാണ് വിറ്റത്. ആ ഓട്ടോറിക്ഷയും വിറ്റ് അവിടെ നിന്ന് പിന്നെ ഒട്ടും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ വളരെ ഒരു പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് തുച്ഛമായ സാലറിയാണ് കൊടുക്കുന്നത്, കുറച്ച് പൈസയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒടുവിൽ മീര 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ താമസിക്കുന്ന കുടുംബ വീട്ടിലേക്ക് വരാനിടയായി. അങ്ങനെ അവിടെ വരുമ്പോൾ അവിടെ വിദേശത്തിരിക്കുന്ന ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ, മാതാവ്, പിതാവ്, ഇളയ സഹോദരി, പിന്നെ ഈ മീരയുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു കൊച്ചു വീടാണ്. അപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങോട്ട് വെച്ച കുറ്റം ഇങ്ങോട്ട് വെച്ച കുറ്റം, ചെറിയ പിള്ളേർ എന്തെങ്കിലും കൊണ്ടിട്ട് കളിച്ച ചേച്ചിക്ക് പ്രശ്നം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മീരയുടെ സഹോദരങ്ങളിൽ നിന്നും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കാനിടയായി. അങ്ങനെ ഒടുവിൽ മീര എന്ത് ചെയ്യുമെന്നറിയാമോ? മീര കുഞ്ഞുങ്ങളെ ഭവനത്തിൽ നിന്ന് ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി. കുഞ്ഞുങ്ങളെ 2010 മീര ഹോസ്റ്റലിലേക്ക് ആക്കിയതിന് ശേഷം മീര ജോലിക്കായി കടന്നുപോയി. അങ്ങനെ മീര ജോലിക്കായി കടന്നുപോയി. പിന്നെ നല്ല സാലറിയൊക്കെ കിട്ടി, കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി. വീണ്ടും കൊണ്ടാക്കിയത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, CBSE സിലബസാണ്. ബാംഗ്ലൂരുള്ള ദേവദാസന്മാരെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. കേരളത്തിലുള്ള ഒറ്റ സ്റ്റുഡൻസും അവിടെ ഇല്ല. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീര ജോലിക്ക് പോയിട്ട് എല്ലാ മാസവും അവിടെ വരും കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് 28 കുട്ടികളുണ്ട്. പക്ഷേ മീര വാങ്ങിക്കുമ്പം ഈ 28 കുട്ടികൾക്കും ഒരുപോലത്തെ ഫുഡ് വാങ്ങിക്കും. മറ്റുള്ള പേരൻസൊക്കെ അവർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ആ കൊച്ചുങ്ങൾക്ക് മാത്രം, അവരെ മക്കളെ മാത്രം വിളിച്ചു ചേർത്തി അവർക്ക് കൊടുക്കും. മീര അങ്ങനെയല്ല. മീര ചെയ്യണത് എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കും. പിന്നെ ഇളയ കൊച്ചിന് 10 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ തിരിച്ച് പോരാ സമയത്തിന് അവനെ ഒന്ന് ചേർത്തണച്ച് മീര ഒരു ഉമ്മ കൊടുത്താൽ അവൻ കരഞ്ഞുകൊണ്ട് കൂടെ പോരും. അതുകൊണ്ട് തന്നെ മീര അവിടെ നിൽക്കുന്ന മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തിട്ട് സ്വന്തം മക്കളെ ഷോൾഡറിൽ തട്ടിയിട്ട് മീര അവിടെ നിന്ന് റോഡ് വരെ കരയും. ഒരു 90 മീറ്റർ ദൂരമുണ്ട്, 1 കിലോമീറ്ററിനകത്തുണ്ട്. അപ്പോൾ മീര ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വസ്തു പോയി, വീട് പോയി, വാഹനങ്ങൾ പോയി, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് സ്വന്തം മക്കളെ ഒന്ന് ചേർത്തണച്ച് ഒരു ഉമ്മ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു അമ്മ ഇത്രയ്ക്ക് എന്ത് പാവമാണ് ചെയ്തതെന്നോർത്ത് അവൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരും. അങ്ങനെ അവൾ ദൈവത്തോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ ഒന്ന് ചേർത്തണച്ച് അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ, അവരെ തുണി നനച്ച് കൊടുക്കാനോ, അവരെ സ്നേഹിക്കാനോ, അവരൊക്കെ കഥ പറഞ്ഞു കൊടുക്കാനോ, അവരെ കൂടെ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരമ്മ.
8ഉം 10ഉം വയസ്സ് തികയാത്ത 2 കുഞ്ഞുങ്ങളെ ഹോസ്റ്റലാക്കിയിരിക്കുകയാണ്. അങ്ങനെ നാളുകൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കടന്നു വരികയാണ്. ഇതിൻ്റെ ബാക്കി നാളെ പറയാം.